പരിസ്ഥിതി ദിന ക്വിസിൻ്റെ 5ാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4ാമത്തെ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് ചോദ്യം നമ്പർ 36 മുതലാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ക്വിസിലേക്ക് കിടക്കാം. 5ാം ഭാഗത്തെ 1ാമത്തെ ചോദ്യം, അതായത് 36ാമത്തെ ചോദ്യം, ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് യൂജിൻ പി ഓൾഡ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ പട്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പ്രൊഫസർ രാം ദേവ് മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ പട്കർ, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ രാം ദേവ് മിശ്ര. അടുത്ത ചോദ്യം, ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കാഴ്സൺ. അടുത്ത ചോദ്യം, കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി ജീവിതം മാറ്റിവെച്ച കേരളീയനായ വ്യക്തി ആരാണ്? കല്ലേൻ പൊക്കുടൻ. അടുത്ത ചോദ്യം, 41, 42 രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ചാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരും ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം ജില്ലയുമാണ്. അടുത്ത ചോദ്യം, സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതാര്? സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതാണ് സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാട് ഏതാണ്? സൈലൻ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാട് സൈലൻ്റ് വാലിയാണ്. അടുത്ത ചോദ്യം, 45, 46 ചോദ്യങ്ങൾ ഒരുമിച്ചാണ്. കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി ഏതാണ്? മലിനീകരണം ഏറ്റവും കൂടിയ നദി കല്ലായിപ്പുഴയാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസത്തിന് പറയുന്ന പേര് ആഗോള താപനം. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം ഏത്? റഷ്യ. അടുത്ത ചോദ്യം, ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോക വനവിസ്തൃതിയിൽ ഇന്ത്യ 10ാം സ്ഥാനത്താണ്. അടുത്ത ചോദ്യം, കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ ജോൺ സി ജേക്കബിനാണ് കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 5ാമത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കട്ടെ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.